152ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം ഇന്നേ ദിവസം ആരംഭിക്കുകയാണ്. തീർത്ഥാടന കാലം ഉദ്ഘാടന സമ്മേളനമാണ്. ഈ വേദി അനിവാര്യമാണ്. എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ട്രസ്റ്റ് പ്രൊഫസർ സാധാരണ സ്വാമികൾ, ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശ്രീമത് സ്വാമികൾ, ശ്രീമത് വീരേശ്വരാനന്ദ സ്വാമികൾ, ജോയിന്റ് സെക്രട്ടറി, ആശംസകൾ അർപ്പിക്കുന്നത് അതിൻ്റെ ധർമാനന്ദ സ്വാമികൾ, മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി രാഖി, ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുരാധ്യാം ശ്രീ ശിവലിംഗാര്യ മധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പര. 92ാമത് ശിവഗിരി തീർത്ഥാടന കാലത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ മഹാസമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പൂജനീയ പ്രസിഡന്റ് പരമശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ഉദ്ഘാടകനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ ഗുരുദേവ ഭക്തരെ കടന്നു പോകുന്നത്. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച രാജ്യത്തിൻ്റെ അതിർത്തികളെല്ലാം വിട്ട് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുമ്പോൾ നാനാ ജാതി മതസ്ഥരായ എല്ലാ നമുക്ക് ലഭിക്കുമ്പോഴാണ് അത് വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമായി തീരുക. അത്തരത്തിൽ എല്ലാത്തിനെയും ഗുണകരമായ രീതിയിലേക്ക് നമ്മുടെ സഭ അപരന് സുഖത്തിനായി കൂടി വരുമ്പോഴാണ് നാം ഗുരുവിൻ്റെ ഉപദേശത്തെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അത്തരത്തിൽ മഹിതമായ ഈ തീർത്ഥാടന തീർത്ഥാടന കാലം സമാഗതമായിരിക്കുകയാണ്. കാരണം ഡിസംബർ 1 മുതൽ തന്നെ ധാരാളം ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും തീർത്ഥാടകരായി ശിവഗിരി മഠത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ചേർന്ന ബഹുമാനായ മന്ത്രി, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ധർമ്മസംഘത്തിന്റെ ആദരണീയനായ രജിസ്റ്റർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ. എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈ. ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച് അനുവദിച്ച ശിവഗിരി തീർത്ഥാടനം ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ മാഹാത്മ്യം വർദ്ധിച്ച് ഭുവന പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇലവന്തിട്ടയിൽ നിന്നും 5 പീതാംബരധാരികളായ തീർത്ഥാടകർ
ശിവഗിരിയിലെത്തി സമാരംഭം കുറിച്ച ശിവഗിരി തീർത്ഥാടനം പ്രചാരം നേടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ അശങ്കാനന്ദ സ്വാമി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു തീർത്ഥാടനത്തിലും ഇല്ലാത്ത ഒരു സവിശേഷത ആവശ്യമാണ്. ജീവിതത്തിൽ പുണ്യം നേടണം, പാപങ്ങൾ പോക്കി പുണ്യം നേടണം. പക്ഷെ അതുകൊണ്ടായില്ല. ജീവിത വിജയത്തിന് ആവശ്യമായ അറിവ് സമ്പാദിക്കണം. അതിനാണ് ഗുരുദേവൻ 8 കാര്യങ്ങൾ ഉപദേശിച്ചത്. മഹാദാർശനികനും അധ്യാത്മ ഗുരുവും ഈശ്വര സ്വരൂപനുമായ ഭഗവാന്റെ ഏറ്റവും വലിയ രാക്ഷമീമാംസകൻ ശ്രീനാരായണ ഗുരുവാണ്. വിദ്യാഭ്യാസം തൊട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസവും ശുചിത്വവും 2 കാര്യം കഴിഞ്ഞാണ് ഈശ്വരഭക്തിയെ പറഞ്ഞത്. ഈശ്വരഭക്തിയും സംഘടനയും 8 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായിരിക്കും ദീർഘദർശിയായ ശ്രീനാരായണ ഗുരുവിന്റെ മഹിതമായ സംഭാവനയാണത്. അപ്പുറത്ത് രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഇവിടെ വെച്ച് സമ്മേളനവും പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി നിങ്ങളെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ ഞാനിവിടെ സമർപ്പിക്കുന്നു. നമോവാകം. ഭാവനപ്രഭയം വിളക്കിത സാവധാനമടിയൻ കൊടുത്തുന്നേ ഭാവബന്ധമൊടു സത്യരൂപനാം ദേവ നിൻമഹിമയാർന്ന വേദിയിൽ പാവനപ്രഭയും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനേ അല്പമെങ്കിലും ഇതിൻ പ്രഭാങ്കുരം സ്വൽപ്പതേ ഇരുൾ തുരന്നുമെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമയിലെത്തണേ ശ്രേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമേ കോമളപ്രഭ തിളങ്ങണേ വിഭോ മാറ്റി നിൻ മുഖരസം മറച്ചിതിൽ പൊറ്റിവിൽക്കരുത് ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടലും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചേർത്തി തിന്നൊളി തെളിഞ്ഞു പൊങ്ങിന് വർത്തിടായിൽ എരിഞ്ഞു മേൽക്കുമേൽ നിർത്തദീശാമിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ പവനപ്രഭയും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനേ ഓം ശാന്തി ശാന്തി. വത്തിക്കാനിൽ വെച്ച് മാർപ്പാപ്പ തിരുമേനിയുമാക്കി. അതുകൊണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ മഹാസമ്മേളനം ആലുവ സർവ സമ്മേളനത്തിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയിലെ കുമാരനാശാന്റെ മേഘവിയോഗത്തിന്റെ ഒക്കെ തന്നെ ആചരണങ്ങളും ഓർമ്മകളും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ വർത്തമാനകാലം. അന്ന് തന്നെയാണ്, ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ശിവഗിരി തീർത്ഥാടന മഹാ ആധ്യാത്മിക സത്സംഗ പ്രഭാഷണ പരമ്പര തുടങ്ങി ആത്മീയ ബോധത്തിൻ്റെ പ്രകാശം ചൊരിയുന്ന നിരവധി സംഗമീയതകൾ ഈ വർത്തമാനകാലത്തിൻ്റെ രൗദ്രഭാവങ്ങളെ തിരോഭൂതമാക്കാൻ കഴിയുന്ന ആത്മീയ ദർശനങ്ങൾ, പ്രഭാഷണങ്ങൾ, തത്വചിന്താപരമായ വിലയിരുത്തലുകൾ, അങ്ങനെ നമ്മുടെ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ വിഹ്വലതകളും സംഘർഷങ്ങളും സംഘാതങ്ങളും ദൂരീകരിക്കാൻ കഴിയുന്ന ആത്മബോധത്തിൻ്റെ പ്രകാശനം.
ആത്മീയ ദൃശ്യങ്ങളുടെ ശംഖനാദം ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. തീർത്ഥാടനം എന്ന് പറയുന്നതിൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ അർത്ഥതലങ്ങളും സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു തീർത്ഥാടനം. പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ ആ നാമധ്യായത്തിൽ പരിരക്ഷിക്കുന്ന ഈ തീർത്ഥാടന ഭൂമിക്കും തീർത്ഥാടന കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രാധാന്യം, ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയില്ല. കാരണം അത് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ഈ അനുവാദത്തോടുകൂടി ഭജനവും കൊടുത്തി ഈ മഹിതമായ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആരോഗ്യം, സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വേദിയിരിക്കുന്ന അഭിനന്ദനായ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷാപദം അലങ്കരിക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ ഉൾപ്പെടെയുള്ള ബഹുമാനരായ സ്വാമിജിമാരുടെയൊക്കെ തന്നെ അനുവാദം ഉണ്ടാകണം, പോകാനുള്ള ഒരു അനുമതി നൽകണമെന്ന വിനീതമായ പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും സർവമംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഗുരുദേവ ചൈതന്യത്തെ മുമ്പിൽ ഒരിക്കൽ കൂടി സ്നേഹനിർഭരമായി വിനിഭരിതമായി ഭക്താദരവും പ്രണയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അതിനുശേഷം ഭക്തജനങ്ങളുടെ ബാഹുല്യവും ജിജ്ഞാസുക്കളുടേതായ ആവശ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ എല്ലാം ആവശ്യത്തെ നിറവേറ്റുന്നതിനായിട്ട് സാങ്കേതിക ശാസ്ത്ര പരിശീലനങ്ങൾ അടക്കമുള്ള നവീനമായ കാഴ്ചപ്പാടുകളിൽ ഒരു സമൂഹം എത്ര കണ്ട് പ്രബുദ്ധരായിരിക്കണം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്നത്തെ തീർത്ഥാടനം നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ കാഴ്ചകള്, ഗുരു മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങള് അത് നമുക്കൊരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്ര കണ്ട് ഉണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ അത്ര കണ്ട് നമുക്ക് കടന്നു ചിന്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കുന്നില്ല. പക്ഷെ കാലം മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഗുരു എത്ര കണ്ട് വലിയൊരു ദീർഘദർശിത്വമാണ് ഈ ഒരു വിഷയത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. രാഷ്ട്രീയത്തിന് അനുസൃതമായ രീതിയിൽ, രാഷ്ട്രീയത്തിൻ്റെതായ ഗതിവിഗതികൾക്ക് അനുസൃതമായ രീതിയിൽ നമ്മൾ മാറ്റിമറിക്കുന്നതായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ രൂപപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ മതേതരമായിരിക്കുന്ന ഗുരുവിന്റെ കാഴ്ചകളെയൊക്കെ നാം അതിനനുസൃതമായ രീതിയിൽ വളച്ചൊടിക്കുന്നതായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അത് മതേതരത്വത്തെ കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് മതേതരം എന്ന് പറയുന്നത് ഗുരു മതമേതായാലും മനുഷ്യന്റെ നന്നായാലും മതി, അതല്ലെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മതേതരത്വത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് രാവിലെ ഞാൻ പള്ളിയിൽ പോവുകയും ഉച്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ അമ്പലത്തിൽ പോവുകയും വൈകുന്നേരം ഞാൻ നിസ്കരിക്കാൻ പോകും. അവർക്കും വാസ്തവത്തിലെ മുഖ്യ പ്രവർത്തകനായിട്ടാണ് സ്വാമി ഇപ്പോൾ ഈ അനുമോദന പ്രസംഗത്തിന് പ്രിയപ്പെട്ട ഗുരുഭക്തരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ശിവഗിരി ഈ ഒരു വേദി ഒരിക്കൽ തന്നതിൽ അതിയായ സന്തോഷം ശിവഗിരി മഠത്തിനോട് അറിയിക്കുകയാണ്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച ശ്രീ മഹാഗുരുവിന്റെ കർമ്മപദമായ ശിവഗിരി മഠത്തിലെ 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എന്താണ് തീർത്ഥാടനം? ജീവിത പ്രാരംഭങ്ങളുടെ മറുകര എത്തിക്കുന്നതാണ് തീർത്ഥാടനം. മറ്റു തീർത്ഥാടനങ്ങളിൽ നിന്നും ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രസക്തി ഏറെയാണ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുരു തന്നെ അനുഗ്രഹിച്ച് അനുവാദം കൊടുത്ത തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. ഗുരുവിന്റെ ഭഗവാന്റെ 8 ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് വിദ്യാഭ്യാസമാണ്. അതിൽ ആദ്യത്തെ വിദ്യാഭ്യാസം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ തീർത്ഥാടന യാത്ര ആയതുകൊണ്ട് അറിവിന്റെ തീർത്ഥാടനം എന്നാണ് ശിവഗിരി തീർത്ഥാടനത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ വൈകിയ വേളയിൽ ഒരുപാടൊന്നും സംസാരിച്ച് ഞാൻ ഈ സംസാരം നീട്ടുന്നില്ല.
92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാ ഗുരുഭക്തർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് സമ്മേളനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. ഈ സമ്മേളനത്തെ കുറിച്ച് വർത്തമാന കാലഘട്ടത്തിലെ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രസക്തിയെയും കുറിച്ചും വളരെ വിശദമായി ഉദ്ഘാടകനും അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച സ്വാമിജി, മുഖ്യ പ്രഭാഷണം നടത്തിയ ശാരദാനന്ദ സ്വാമി ഇവിടെ വളരെ കൃത്യമായി നല്ല രീതിയിൽ അവതരിപ്പിച്ചു. നമ്മുടെ ഈ നാട്ടിൽ ഇനി ഈ വരുന്ന ഇന്ന് തുടങ്ങുന്ന ദിവസം മുതൽ അടുത്ത 1-ാം തീയതി വരെ വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കും. ഈ സമ്മേളനങ്ങളിൽ പല സമ്മേളനങ്ങളും വളരെ കൗതുകത്തോടെ വളരെ ക്ഷമാപൂർണ്ണം ഞാൻ വന്ന് കേട്ടിരുന്നിട്ടുണ്ട്. നമുക്ക് ഈ ശിവഗിരി ഗുരുദേവ ദർശനങ്ങളെ കുറിച്ചുള്ള ഓരോ സമ്മേളനങ്ങളിലും ഒരുപാട് അറിവുകളാണ്. എനിക്ക് തോന്നുന്നു മറ്റ് ഏത് ഒരു യൂണിവേഴ്സിറ്റി പോയി കിട്ടുന്നതിനേക്കാളും വളരെ നല്ല അറിവുകളാണ് നമ്മുടെ മഹാത്മാമാർ ഈ വേദികളിൽ വന്ന് നമ്മളോട് ചർച്ച ചെയ്ത് നമ്മളെ അറിവിൻ്റെ തീരത്തേക്ക് എത്തിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു തന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അതേ രീതിയിൽ പകർത്തിയാൽ നമ്മുടെ ജീവിത സുഖം വളരെ സന്തോഷകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഗുരുദേവന്റെ എല്ലാ ദർശനങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ മഹാവ്യക്തികളെയും വളരെ സന്തോഷത്തോടെ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ തീർത്ഥാടനത്തിൻ്റെ മറ്റു തീർത്ഥാടനങ്ങളിൽ നിന്ന് എങ്ങനെയാണോ ശിവഗിരി തീർത്ഥാടനം വ്യത്യസ്തമായിരിക്കുന്നതെന്നും അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ചും സുദീർഘമായി നമുക്ക് പറഞ്ഞു തന്ന സത്യാനന്ദ സ്വാമികൾക്ക് ശ്രീനാരായണ ദേവസ്വം ട്രസ്റ്റിൻ്റെയും 92ാമത് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയുടെയും പേരിൽ ഔപചാരികരുടെ പേരിൽ സമിതി നടത്തുകയാണ്. അടുത്തതായി എന്ന് പറയേണ്ടത് ശ്രീ കണ്ണുപുള്ളി രാമചന്ദ്രനാണ്. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായ അദ്ദേഹം ആദ്യ കാഴ്ചയിൽ തന്നെ